ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് തിരിച്ചടി. സുരക്ഷാ ക്ലിയറൻസ് നൽകാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർത്തിവെച്ചു. ഇതോടെ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം ആരംഭിക്കുന്നത് വൈകും. ബി ബാലഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ? ഈ തിരിച്ചടിയാകുന്നത്, ഇതിന് പ്രവർത്തനം ആരംഭിക്കാൻ വൈകും, സമയമെടുക്കുമെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. മോത്തി, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ വൈകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം ഈ നേരത്തെ ഈ സ്റ്റാർലിങ്കിന് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളുടെയൊക്കെ അനുമതി ലഭിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ആണ്. ഈ സുരക്ഷാ ക്ലിയറൻസ് നൽകുന്ന നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലവിൽ നിർത്തിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഈ അമേരിക്കൻ ഏജൻസികളും മറ്റും സ്റ്റാർലിങ്ങിനെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇറാനിൽ സ്റ്റാർലിങ്ങിന് ലൈസൻസ് ഇല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും സ്റ്റാർലിങ്ങിൻ്റെ പ്രവർത്തനം അവിടെ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഇടക്കാലത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ സ്റ്റാർലിങ്ങിനെ ഇങ്ങനെ ഈ അമേരിക്കൻ ഏജൻസികളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചിട്ടില്ല, പകരം അത് നൽകുന്നതിനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം അമേരിക്കൻ ആസ്ഥാനമായുള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് നൽകുകയാണെങ്കിൽ ഈ മാറിയ സാഹചര്യത്തിലൊക്കെ അത് എങ്ങനെയായിരിക്കും ഈ പാശ്ചാത്യ ഈ ഏജൻസികളൊക്കെ അതിനെ ഉപയോഗിക്കുക എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും സ്റ്റാർലിങ്ങിൻ്റെ ഇന്ത്യയുടെ ഈ ഇന്റർനെറ്റ് സേവനം ഉൾപ്പെടെയുള്ള വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സേവനം നടപ്പാക്കുന്നത് വൈകുമെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മോത്തി, ശരി, വിശദാംശങ്ങൾ നൽകിയത് ബി ബാലഗോപാലാണ്.